നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തിന്നർ എന്ന അടിപൊളി മൂവിയാണ്. ഇതാണ് നമ്മുടെ നായകൻ ബില്ലി. ബില്ലി ജനലിലൂടെ നോക്കുമ്പോൾ കുറേ നാടോടികൾ ഒരു വാനിൽ നഗരത്തിലേക്ക് വരികയാണ്. കണ്ട ഉടനെ തന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നേരെ ബാത്റൂമിൽ പോയി ഭാരം നോക്കുന്നു. ഏതാണ്ട് 300 LBS, അതായത് 136 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഡയറ്റ് ചെയ്തിട്ട് പോലും ഒരു തുള്ളി കുറഞ്ഞിട്ടില്ല. ഇതാണ് ബില്ലിയുടെ ഭാര്യ ഹെയ്തി. ഇത് മകൾ ലിൻഡ. എന്താ അച്ഛാ, വണ്ണോ വല്ലതും കുറഞ്ഞോ എന്ന് മകൾ ചോദിക്കുമ്പോൾ, കുറഞ്ഞു മോളെ, 297 LBS എത്തിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയും ഇയാൾ ഇതേ വെയിറ്റാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബില്ലി ഡയറ്റ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. ബില്ലിയാണെങ്കിൽ പേരെടുത്ത ഒരു വക്കീലാണ്. റിച്ചി എന്ന പേരുള്ള കൊടും ഗ്യാങ്സ്റ്ററിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ അയാൾ വാദിക്കുന്നത്. ഈസിയായിട്ട് റിച്ചിയെ ബില്ലി സേവ് ചെയ്യുന്നു. സന്തോഷം കൊണ്ട് റിച്ചി ബില്ലിയോട് ഏത് ആവശ്യത്തിനും ഞാൻ ഉണ്ടാവും എന്ന വാക്ക് നൽകുകയാണ്. പിന്നീട് ബില്ലി ലോ ഫാം ഓഫീസിൽ എത്തുമ്പോൾ അവിടെ കുറേ നാടോടികൾ സ്ട്രീറ്റിലുള്ള പാർക്കിൽ തമ്പടിച്ചിരിക്കുന്നത് കാണുന്നു. അവരെ കണ്ട് ശുഭനായിരിക്കുന്ന ജഡ്ജിയുടെ അടുത്തെത്തി ഒന്നും കൂടെ മൂപ്പിച്ചു. ബില്ലിയും ജഡ്ജിയും ഫ്രണ്ട്സാണ്. കൂടാതെ ഇവരുടെ മറ്റൊരു ഫ്രണ്ടായ പോലീസ് ഓഫീസറായ ഹോബ്ലിയെ വിളിച്ചു വരുത്തി ആ നാടോടികളെ അവിടെ നിന്നും മാറ്റുന്നു. പോകുന്നതിന് മുൻപ് നാടോടികളിൽ ഒരാളായ ജീന അവരെ തുണിപൊക്കി കാണിച്ചിട്ട് നടുവിരൽ നമസ്കാരം നൽകിയിട്ടാണ് പോകുന്നത്. രാത്രിയായപ്പോൾ ബില്ലിയും വൈഫും ചേർന്ന് തൻ്റെ വിജയം ഫ്രണ്ട്സുമൊത്ത് ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു ഹോട്ടലിലെത്തുന്നു. ഡിന്നർ കഴിക്കുന്നതിനിടയിൽ ബില്ലിയുടെ ഭക്ഷണം അമിതമായി എന്ന് മനസ്സിലാക്കിയ ഭാര്യ അയാളെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഭക്ഷണം എന്ന ചിന്ത അയാളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അവൾ അവനെ വശീകരിക്കുന്നു. ഡ്രൈവിങ്ങിനിടയിൽ ചില കുത്സിത പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുകയാണ്. ആ സമയം നാടോടികളുടെ നേതാവ് ടസ്റ്റുവും മകളും മരുന്ന് മേടിക്കുകയായിരുന്നു. തണുപ്പ് കാരണം കാറിൽ നിന്നും കോട്ടെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ബില്ലിയുടെയും ഭാര്യയുടെയും കുത്സിത പ്രവൃത്തി കൊണ്ട് അവരെ വണ്ടി ഇടിക്കുകയാണ്. അവർ തൽക്ഷണം മരിക്കുന്നു. അടുത്ത ദിവസം ബില്ലിയെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ഓഫീസർ മൊഴി നൽകിയത് ഇങ്ങനെയാണ്: ബില്ലി സ്പീഡ് ലിമിറ്റിലാണ് വണ്ടി ഓടിച്ചത്. കൂടാതെ നല്ല ബോധവാനുമായിരുന്നു. മദ്യപിച്ചിട്ടുമില്ല. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ബില്ലിയെ വെറുതെ വിടുന്നു. ഈ ജഡ്ജിയും പോലീസ് ഓഫീസറും ബില്ലിയുടെ അടുത്ത ചങ്കുകളായിരുന്നു. ബില്ലി പുറത്തിറങ്ങുമ്പോൾ നാടോടി നേതാവ് ടസ്റ്റു വന്ന് കവിളിൽ കൈവച്ച് തിന്നറെന്ന് പറഞ്ഞിട്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു. വെയിറ്റ് നോക്കുമ്പോൾ 286 LBS ആയി കുറഞ്ഞിരിക്കുന്നു. ഇത്രയും തിന്നിട്ടും വെയിറ്റ് എങ്ങനെ കുറഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല. ശേഷം കൂട്ടുകാരനായ മൈക്കിനോടൊപ്പം ജഡ്ജിയോടൊപ്പം ഗോൾഫ് കളിക്കുകയാണ്. ബില്ലിയുടെ ശരീരഭാരം കുറഞ്ഞത് അവർ ശ്രദ്ധിക്കുന്നു. പക്ഷേ എപ്പോഴും ബില്ലിയെ തടിയ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ തടിയ എന്ന് വിളിച്ചപ്പോൾ അവനെ നോക്കി ബില്ലി കുണ്ടി കാണിച്ചിട്ട് പോടാ വളിയ എന്ന് പറഞ്ഞു. ജഡ്ജി തൻ്റെ നെഞ്ചിന് താഴെയുള്ള സ്കിൻ ഇഷ്യൂ മൈക്കിനെ കാണിക്കുകയാണ്. മൈക്ക് അത് വല്ലതും അലർജി ആയിരിക്കുമെന്ന് പറഞ്ഞ് ഓയിൽമെൻറ്റ് സജസ്റ്റ് ചെയ്തു. ബില്ലിയുടെ ഭാരം നോക്കിയപ്പോൾ രാവിലത്തേക്കാൾ 2 LBS കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ കുളിക്കുന്നതിനിടയിൽ ജഡ്ജി ബില്ലിയോട്, അന്ന് ആ നാടോടി വന്ന് ഇവിടെ തൊട്ടു, അന്നു മുതലാണ് ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങിയതെന്ന് പറയുന്നു. ദിവസങ്ങൾ കഴിയുകയാണ്. ഇപ്പോൾ ബില്ലിയുടെ ഭാരം വീണ്ടും 25 LBS കുറഞ്ഞു. പെട്ടെന്ന് ബില്ലിയുടെ ഭാരം കുറയുന്നത് കണ്ട് ഇത് ക്യാൻസറിൻ്റെ സൈൻ ആണോ എന്ന് പേടിച്ച് ഹെയ്തി ബില്ലിയോട് മൈക്കിനെ കാണാൻ പറയുന്നു. മൈക്ക് കുറേ ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. പിന്നീട് തയ്യൽക്കാരനെ കാണുമ്പോൾ അയാളും സർപ്രൈസ് ആവുകയാണ്. അതായത് അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. വെയിറ്റ് ഒന്നും കൂടി നോക്കിയപ്പോൾ അയാൾ 230 LBS ആയി കുറഞ്ഞു. അങ്ങനെ വണ്ണം വെക്കുമോ എന്നറിയാൻ വേണ്ടി ആഹാരം ഒരുപാട് അവൻ കഴിക്കാൻ തുടങ്ങി. പക്ഷേ വണ്ണം വെക്കുന്നുമില്ല, എന്നാൽ കുറയുന്നുമുണ്ട്. ബില്ലിയുടെ ഈ അവസ്ഥ കണ്ട് മകൾ അവളുടെ ആശങ്ക പറയുന്നുണ്ടെങ്കിലും അവൻ അതൊരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അത് കണ്ട് ദേഷ്യം വന്ന് അവൾ അകത്തേക്ക് പോകുന്നു. അവൻ്റെ ഈ അമിതമായ തീറ്റ കണ്ട് ഭാര്യ ആശങ്ക പ്രകടിപ്പിക്കുന്നു. പക്ഷേ താൻ ഇന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്തതുകൊണ്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കഴിക്കുന്നതെന്ന് അവളോട് പറയുന്നു. ശേഷം ഹോട്ടലിൽ മൈക്കും ബില്ലിയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ജഡ്ജിയുടെ വൈഫ് അവിടെ ഇരിക്കുന്നത് കാണുന്നു. അവർ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കിയ ബില്ലി ജഡ്ജിയെക്കുറിച്ച് മൈക്കിനോട് ചോദിക്കുന്നു. മൈക്ക് ജഡ്ജി തൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടി അടുത്ത ടൗണിൽ പോയിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ ജഡ്ജിക്ക് സഹോദരി ഇല്ലെന്ന് അറിയാവുന്ന ബില്ലി അയാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോവുകയാണ്. ജഡ്ജി റിലേറ്റീവിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ബില്ലി തന്നെ ടസ്റ്റു എന്ന നാടോടി തൊട്ടതിന് ശേഷം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജിയും അയാൾ ടച്ച് ചെയ്തതായി പറഞ്ഞിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, ആ നാടോടി ജഡ്ജിയെ തൊട്ടിട്ട് ലിസാർഡ് എന്ന് പറഞ്ഞു. പിന്നീട് അയാളുടെ രൂപം മാറാൻ തുടങ്ങി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഒരു ശാപമൊന്നുമില്ലെന്ന് ബില്ലി വാദിക്കുന്നുണ്ട്. ബില്ലിയുടെ വാദം കേട്ട് ദേഷ്യം വന്ന് ബില്ലിയെ തല്ലി വെളിയിലാക്കിയിട്ട്, നീയാണിതിന് കാരണം. ആ നാടോടി സ്ത്രീയെ നീ കൊന്നതിനാലാണ് ഇങ്ങനെ ഉണ്ടായത്. ഇനി മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് മദ്യം അവൻ്റെ മുഖത്തൊഴിച്ച് ആട്ടി ഓടിക്കുന്നു. വേറെ വഴിയില്ലാതെ അവൻ റിച്ചിയെ വിളിക്കുകയാണ്.
ഇറ്റലിയിലെ ഒരു നാടോടി എന്നെ ശപിച്ചു, അങ്ങനെയൊക്കെ ശാപമുണ്ടോ എന്നവൻ ചോദിക്കുകയാണ്. റിച്ചി തൻ്റെ ഇറ്റാലിയൻ അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. അമ്മ പറഞ്ഞത് ഇങ്ങനെ: ആരാണോ ശപിച്ചത് അയാൾ തന്നെ ആ ശാപം പിൻവലിക്കണം. അതൊരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായ ബില്ലി ഭാര്യയുമൊത്ത് ക്ലിനിക്കിലേക്ക് പോകുന്ന വഴി ആ നാടോടിയുടെ ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവളത് വിശ്വസിക്കുന്നില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരു വാഗ്വാദത്തിലെത്തുന്നു. ആ വാഗ്വാദം മൂലം ഒരു ട്രക്ക് കാറിലിടിക്കുന്നതിൽ നിന്നും എസ്കേപ്പ് ആവുകയാണ്. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ബില്ലി ക്ലിനിക്കിലായിരുന്നു. അവർ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, പക്ഷേ ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു. അവർക്കെന്താണ് ബില്ലിക്ക് പറ്റിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ പോലീസ് ഓഫീസറുടെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാളെയും ആ നാടോടി ശപിച്ചിരിക്കുന്നു. അയാളുടെ രൂപമെല്ലാം വികൃതമായിരിക്കുകയാണ്. ബില്ലിക്ക് നേരെ തോക്ക് നീട്ടിയിട്ട് തന്നെ ശപിച്ച ആ നാടോടിയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ബില്ലി ആ നാടോടിയെ കൊണ്ട് ആ ശാപം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആകാൻ കഴിയുമെന്ന് പറയുകയാണ്. ബില്ലി പറഞ്ഞത് കേൾക്കാൻ പോലീസ് ഓഫീസർ തയ്യാറായില്ല. അയാൾ ബില്ലിയോട് ദേഷ്യപ്പെട്ടു. ഓഫീസറെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ബില്ലി അവിടെ നിന്നും ഇറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെടിയൊച്ച കേട്ടു. അതെ, ആ പോലീസ് ഓഫീസർ സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബില്ലി തൻ്റെ വീട്ടിലെത്തുമ്പോൾ മൈക്ക് അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുകയാണ്. തൻ്റെ ഭാര്യയും മൈക്കും തമ്മിൽ എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടോ എന്നവൻ ചിന്തിക്കുന്നു. അകത്ത് ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ആഹാരം എടുക്കുന്നു. അവൾ അവനോട് ക്ലിനിക്കിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. ക്ലിനിക്കിലൊന്നും പോയിട്ട് കാര്യമില്ല, ഞാൻ ശപിക്കപ്പെട്ടിരിക്കുകയാണ് എന്നവൻ പറയുമ്പോൾ അവൾ വീണ്ടും ക്ലിനിക്കിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. അവളും മൈക്കും തമ്മിലുള്ള ദൃശ്യം അവൻ ആലോചിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ആഹാരം വലിച്ചെറിയുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. ബില്ലി നാടോടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഡിറ്റക്റ്റീവിനെ വെച്ചിരുന്നു. അയാൾ ആ നാടോടികൾ മെയിൻ കോഴ്സിൽ ഉണ്ടെന്ന വിവരം അവന് നൽകുകയാണ്. അവൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മൈക്കും തൻ്റെ വൈഫും കൂടി ബില്ലിക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുന്നത് സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അവൻ അവരുടെ അടുത്ത് ചെന്ന് ക്ലിനിക്കിൽ പോകാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. പക്ഷേ അവൻ നേരെ പോയത് ആ നാടോടിയെ കാണാനാണ്. എന്നാൽ ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്നും അവർ സ്ഥലം കാലിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നാടോടികൾക്ക് സ്ഥലം വാടകയ്ക്ക് കൊടുത്ത ആളെ പോയി കാണുകയാണ്. അയാളോട് കാര്യം തിരക്കുമ്പോൾ, ഇതാ നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ കാണുന്നില്ലെന്നും നിങ്ങൾക്ക് മനോരോഗമുണ്ടെന്നും നിങ്ങളെ കണ്ടെത്തിയാൽ $5000 ലഭിക്കുമെന്നും പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. ഈ പൈസ എനിക്ക് തന്നാൽ ആ നാടോടി എവിടാണെന്ന് പറയാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഞാനിപ്പോൾ വിളിക്കും. വേറെ വഴിയില്ലാതെ അവൻ ആ പൈസ നൽകുന്നു. അങ്ങനെ അയാൾ പറഞ്ഞ സ്ഥലത്ത് എത്തി നാടോടിയെ അവൻ കാണുകയാണ്. ജീന ഇവൻ്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട്. ആ രൂപമെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വരുന്നു. പേടിച്ച് അവൻ അവിടെ നിന്നും ഓടുകയാണ്. ആ സമയത്ത് ജഡ്ജി അവിടെ വന്ന് അവനെ കാറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. അയാൾ ഒരു ലിസാർഡായി മാറിക്കൊണ്ടിരിക്കുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ജീന ആ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ച് നാടോടി തലവൻ ടസ്ഡു ഒരു ട്രക്കുമായി ഇവരെ കൊല്ലാൻ വരുന്നു. ഇവർ ബ്രേക്കിട്ട് ആ ട്രക്കിനെ ഇടിച്ചു നിർത്തുകയാണ്. പെട്ടെന്ന് പുറകെ വന്ന സ്കൂൾ ബസ് ഇവരെ ഇടിച്ച് ചതയ്ക്കുമ്പോൾ ബില്ലി ഒരു ഹോട്ടലിൽ ഞെട്ടി ഉണരുന്നു. ഇതെല്ലാം ബില്ലിയുടെ സ്വപ്നമായിരുന്നു. പെട്ടെന്ന് തന്നെ ബില്ലി ആ ജഡ്ജിയെ വിളിക്കുകയാണ്. അപ്പോഴാണ് അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് അവൻ അറിയുന്നത്. ബില്ലി ആ സ്ഥലത്തെത്തി നാടോടികളെ ഫോളോ ചെയ്തു. എന്നിട്ട് അവരുടെ അടുത്തെത്തി തൻ്റെ ഉടുപ്പൂരി കാണിച്ചിട്ട് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ ആ നാടോടി തൻ്റെ ശാപം പിൻവലിക്കില്ലെന്ന് തന്നെ പറയുകയാണ്. അവൻ കാലിൽ കിടന്ന് അപേക്ഷിച്ചപ്പോൾ അയാൾ തട്ടിമാറ്റുകയാണ്. അവസാനം അവൻ ആ നാടോടികളെ തിരിച്ച് ശപിക്കുന്നു. പക്ഷേ ഇവൻ്റെ ശാപം കേട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ്. ജീന തൻ്റെ കയ്യിലുള്ള കാക്ക ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ കൈപ്പത്തിക്ക് നേരെ ഒരു കല്ല് വിടുകയും ആ കൈപ്പത്തി തുളഞ്ഞ് ആ കല്ല് പോവുകയാണ്. ബില്ലി ഹോട്ടലിൽ ചെന്ന് റിച്ചിയെ വിളിച്ചിട്ട് തനിക്ക് മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് പറയുന്നു. റിച്ചി ഒരു ഡോക്ടറെ അവൻ്റെ അടുത്തേക്ക് വിടുന്നു. അയാൾ അവൻ്റെ കൈ കെട്ടി കുറച്ച് മരുന്ന് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം റിച്ചി വന്ന് നോക്കുമ്പോൾ അവൻ 130 LBS ആയി കുറഞ്ഞിരിക്കുന്നു. കൂടാതെ ബില്ലിയുടെ വൈഫ് അവനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അടക്കാനുള്ള ലീഗൽ നോട്ടീസിന് വേണ്ടി മൂവ് ചെയ്യുകയാണെന്നും പറയുന്നു. നിസ്സഹായനായ ബില്ലിക്ക് വേണ്ടി റിച്ചി അവരുടെ ക്യാമ്പിലെത്തി നാടോടികളുടെ പട്ടികൾക്ക് വിഷം നൽകിയിട്ട് ശാപം തിരിച്ചെടുക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ട് പോകുന്നു. അവർ നാടോടികൾ ആ ക്യാമ്പ് വീണ്ടും മാറുകയാണ്. റിച്ചി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പയ്യൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ആ നാടോടികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു. അവൻ ആ നാടോടികളുടെ സ്ഥലം കണ്ടുപിടിച്ച് റിച്ചിയെ ഫോൺ ചെയ്ത് പറയുമ്പോൾ ജീനയും ജീനയുടെ ഹസ്ബൻഡും അവനെ കാണുകയാണ്. അടുത്ത ദിവസം കുറേ വെപ്പൺസുകളെല്ലാം റിച്ചി വരുത്തിയിട്ടുണ്ട്. പുറത്ത് ചെന്ന് നോക്കുമ്പോൾ കാറിൽ നെവർ എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പയ്യനെ അവർ കൊന്ന് കോഴിയുടെ തല അവൻ്റെ വായിൽ വെച്ചിരിക്കുന്നു. തൻ്റെ ആളെ കൊന്നവനെതിരെ പ്രതികാരം വീട്ടാൻ റിച്ചി തീരുമാനിച്ചു. പക്ഷേ ബില്ലി ആരെയും കൊല്ലരുതെന്ന് അപേക്ഷിക്കുന്നു. റിച്ചി ആ നാടോടികളുടെ ക്യാമ്പിലെത്തി ജീനയുടെ ഹസ്ബൻഡിനെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. ശേഷം അവിടെയുള്ളവർക്ക് നേരെ വെടിയുതിർത്തു. അവിടെയുള്ളതെല്ലാം അവൻ വെടിവെച്ച് നശിപ്പിച്ചു. ശേഷം ജീനയുടെ ഹസ്ബൻഡിനെ അവൻ അവരുടെ അടുത്തേക്ക് വിട്ടു. തൻ്റെ ശത്രുവാണെന്ന് കരുതി ആ നാടോടികൾ അവനെ വെടിവെച്ച് വീഴ്ത്തി.
ജീന അടുത്തിയെന്ന് നോക്കുമ്പോഴാണ് തൻ്റെ ഹസ്ബൻഡാണെന്ന് അറിയുന്നത്. അവൾ പൊട്ടിക്കരയുന്നു. അവൻ്റെ ശരീരത്തിൽ ശാപം പിൻവലിക്കൂ എന്ന നോട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം പോലീസ് അവരുടെ ക്യാമ്പിലെത്തുന്നു. റിച്ചി ഒരു ഓഫീസറായി വേഷമിട്ടുകൊണ്ട് ജീനയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് അവളുടെ മുഖത്ത് ഒരു ആസിഡ് ഒഴിക്കുകയാണ്. അവൾ പേടിച്ച് മുഖം തുടയ്ക്കുമ്പോൾ അത് വെള്ളമായിരുന്നു. ജീന അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ റിച്ചി അവളുടെ തല തല്ലി പൊളിക്കുകയാണ്. ശേഷം ഒറിജിനൽ ആസിഡ് എടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആ നാടോടി നേതാവ് ടെസ്റ്റു ലൈറ്റ് ഹൗസിനടുത്ത് വന്ന് ബില്ലിയെ മീറ്റ് ചെയ്ത് ആ ശാപം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ സ്ഥലത്ത് ആ നാടോടി നേതാവ് വരികയാണ്. ജീന റിച്ചിയുടെ കൈകൊണ്ട് ചാകരുത് എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ ആ ശാപം പിൻവലിക്കുന്നു. ബില്ലിയുടെ കൈയെടുത്ത് ഒരു കത്തി കൊണ്ട് മുറിച്ച് കുറച്ച് ചോര ഒരു പാൻകേക്കിലേക്ക് ഒഴിക്കുന്നു. ഈ പാൻകേക്ക് നീ ആരെയെങ്കിലും കൊണ്ട് കഴിപ്പിച്ചാൽ നിന്റെ ശാപം അവനിലേക്ക് മാറും. അവർ ഉടൻ തന്നെ മരിക്കുകയും ചെയ്യും. എൻ്റെ ആഗ്രഹം നീ ഇത് കഴിക്കണമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടോടി അവിടെ നിന്നും പോകുന്നു. തന്നെ ചതിച്ച ഭാര്യയ്ക്ക് തന്നെ അത് നൽകാമെന്ന് തീരുമാനിച്ചു. അവൻ മകളെ വിളിച്ചിട്ട് നീ ആൻറ്റിയുടെ വീട്ടിൽ പോകണം, ഞാൻ പറഞ്ഞിട്ടേ വരാവൂ എന്ന് പറയുന്നു. മകൾ പോയതറിഞ്ഞ് അവൻ വീട്ടിലെത്തി. അവളുടെ അടുത്ത് ചെന്ന് സന്തോഷത്തോടെ ആ പാൻകേക്ക് കൊടുക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചു കിടക്കുകയാണ്. അവളുടെ ചുണ്ടിൽ ഒരു മുത്തം വെച്ച് അവൻ ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴാണ് തൻ്റെ മകളും ആ പാൻകേക്കിൻ്റെ ഭാഗം കഴിച്ചു എന്നവൻ മനസ്സിലാക്കുന്നത്. സങ്കടം കൊണ്ട് അവൻ ആ പാൻകേക്ക് കഴിക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് മൈക്ക് അവിടെ വരുന്നത്. മൈക്കിനോട് വളരെയധികം ദേഷ്യമുള്ള അവൻ ആ പാൻകേക്ക് അയാൾക്ക് കൊടുക്കുന്നു. ശേഷം ബില്ലിയുടെ മുഖത്ത് ഒരു ചിരി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്.